ഇന്ന് നമുക്ക് ഈ ഒരു ചട്ടിയിൽ വളർന്നിട്ടുള്ള ഈ കറമൂസ മരം ഒന്ന് മാറ്റി കുഴിച്ചിടാം. ഇത് കിണറിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പീടികയിൽ നിന്നൊക്കെ കറമൂസ വാങ്ങുമ്പോൾ അതിൻ്റെ കുരു ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നടാം. നമ്മുടെ വലിയ മുളക് മരമുള്ള ആ ഒരു ഭാഗത്തായിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിവിടെ ഒരു കുഞ്ഞ് കൈക്കോട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കുഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആഴത്തിലാണ് നമ്മൾ കുഴിച്ചത്. ഇനി ഈ ഒരു വളമാണ് നമ്മൾ ഏറ്റവും അടിയിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന വെണ്ണീര് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ വളം ഇട്ടിട്ടുണ്ട്. ആദ്യം കുഴിച്ച മണ്ണിലേക്ക് ആദ്യം നമ്മൾ വളം ഇട്ടു. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് വെണ്ണീരും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഈ കുഴി ഒന്ന് ജസ്റ്റ് മൂടുന്നുണ്ട്. കുറച്ച് മണ്ണ് അതിൻ്റെ മേലേക്ക് നീക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മണ്ണ് കട്ട പിടിച്ച് കിടക്കുകയായിരിക്കും. അപ്പം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണോട് കൂടി തന്നെയാണ് ആ വേര് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വളമൊക്കെ ഇട്ട് മൂടി ആ ഒരു കുഴിയിലേക്ക് ഇതും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കർമൂസ മരം മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ.